ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കേഷന് പോണതിന് മുന്നായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. നമ്മളൊരു വെക്കേഷന് പോണതിന് മുന്നായിട്ട് ഗേൾസിന് മസ്റ്റ് ആണല്ലേ ഹെയർ കട്ട് ചെയ്യുക, അതുപോലെ നെയിൽസൊക്കെ വെക്കുക എന്നൊക്കെ ഉള്ളത്. ഒന്നാമത് ഞാൻ നെയിൽ ഭയങ്കരമായിട്ട് ബൈറ്റ് ചെയ്യും കേട്ടോ. നല്ല സ്വഭാവമല്ല, ഞാൻ പ്രോത്സാഹിപ്പിക്കണമല്ല കേട്ടോ, പക്ഷേ ഞാൻ ശീലിച്ച് പോയതാണ്. പക്ഷെ അത് മാറ്റിയെടുക്കണം എന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ നെയിൽസൊക്കെ വെച്ച് ഭംഗിയിലൊക്കെ ആക്കാൻ നിർത്താൻ പിക്ചേഴ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്നൊക്കെ ഓർത്തിട്ട് നമ്മളിത് ഇന്നിവിടെ രാഗി ചേച്ചിയുടെ നെയിൽ സ്റ്റുഡിയോയിൽ വന്നേക്കാണ്. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ആയിട്ട് വരുന്നത്. അപ്പോൾ നെയിൽസ് ചെയ്യട്ടെ, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഹെയർ കട്ട് ചെയ്യണം, അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ കുറേ ഇപ്പോൾ റീൽസും അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയോ പോകാന്നുള്ളതല്ലേ. അപ്പോൾ എവിടെയോ പോകണമെന്നൊക്കെ വഴിയെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമ്മളുടെ പരിപാടികളിലേക്ക് കിടക്കാം. സോ ഗൈസ്, മറക്കേണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. നമ്മൾ വെക്കേഷന് പോണതുകൊണ്ട് തന്നെ ഇല്ലേ ആ ഒരു രീതിക്കുള്ള നെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും എന്തെങ്കിലും സിമ്പിൾ ഡിസൈൻസ് നോക്കിക്കൊണ്ട് വന്നിട്ട് നല്ല കല്ലും മുത്തും പവിഴമൊക്കെ വെച്ചിട്ടാണ് പോകാറ്. ഇന്ന് എന്താവുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഗോൾഡൻ എന്തെങ്കിലും എംബലിഷ്മെൻ്റ് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോക്കാം നമുക്ക് എന്താവുന്നു. ഉള്ളതിൽ ഏറ്റവും ചെറിയ സൈസാട്ടോ വെച്ചേക്കണേ. നെയിൽസ് മുഴുവൻ ഞാൻ ബൈറ്റ് ചെയ്ത് ആ കൂടി കുറച്ച് നെയിൽ ബെഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിലാട്ടോ ഈ കസരത്ത് മുഴുവൻ അടിച്ച് വെച്ചേക്കണേ. ഒന്നും പറയാനില്ല, കാരണം അത്രയ്ക്ക് തിന്നാണ് ഇപ്പം, വീതിയുമില്ല. അതുകൊണ്ട് കണ്ട ചെറിയ സൈസ് ഏറ്റവും. ഞാൻ നെയിൽസ് ഭയങ്കര ഷോർട്ടാക്കിയായിട്ട് വെച്ചേക്കണം. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രശ്നം ഇതുപോലെ ചെയ്ത സമയത്ത് എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ നെയിൽസ് ഉടക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര പണിയായിരുന്നു ആ സമയത്ത്. ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ ഭിത്തിയുമ്മ ഇടിക്കും, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴത്തേക്കും കൊള്ളും. കാരണം നമ്മുടെ മനസ്സിലില്ല ഇങ്ങനെ നഖം ഇല്ലാത്തൊരു ഫീലാണല്ലോ, അതുകൊണ്ടിട്ട് നഖം വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നല്ല രീതിക്ക് ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും കുറച്ച് താജ്മഹലൊക്കെ പണിത് സെറ്റാക്കി എടുക്കാം. ഇപ്രാവശ്യമില്ലേ കുറേ കളേഴ്സ് ഒന്നും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഫ്രഞ്ച് നെയിൽസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തത് ഇവിടെ ഡിസൈൻ ഉണ്ട് കേട്ടോ, ഈ ഒരു ഗോൾഡും വൈറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കുറച്ച് ക്ലാസ്സിൽ ലുക്ക് ഉണ്ടാവും കാണാനായിട്ട്. പക്ഷെ എനിക്ക് വെക്കേഷൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യെല്ലോയോ പിങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സാധാരണ ഞാൻ ചൂസ് ചെയ്യാറ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് എന്താ പറയുക ഒരു ഫ്രഞ്ച് സ്റ്റൈലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ കാണുന്ന ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അതായത് വൈറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, കൂടെ തന്നെ ഒരു എംബോസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ, ഗോൾഡ് എംബോസ്ഡ് ആയിട്ട് വന്നിട്ട് അത് നന്നായിട്ട് പൗഡർ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യും. പ്ലസ് ടിപ്സ് വന്നിട്ട് ആ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് ഞാൻ ഇപ്രാവശ്യം ചെയ്യണേ. ഫ്രഞ്ച് നെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തോടെ വന്ന ഞാൻ കളേഴ്സ് അടിച്ചു കേട്ടോ. കാരണം വേറൊന്നുമല്ല, എന്താണ് ജസ്റ്റേ എനിക്ക് ആ ഒരു ബേസ് കളർ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ല. എനിക്ക് ബ്രൗൺ ആയിരുന്നു ഉണ്ടായിരുന്നത്, കുറേ കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണൊക്കെ കഴിഞ്ഞാലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ വെക്കേഷനല്ലേ കുറച്ച് കളർ ഇരിക്കട്ടെ ഓർത്ത് കളർ എപ്പോഴും ഇങ്ങനെ കേട്ടോ എന്തെങ്കിലും ഡിസൈനും കൊണ്ട് വരും ഞാനിവിടെ. എന്നിട്ട് തിരിച്ചു പോകണതില്ല, ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഡിസൈനായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. കണ്ടോ, ഞാൻ ഫ്രഞ്ച് നെയിൽസും വൈറ്റും ഗോൾഡൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ വന്നിട്ട് കോറൽ കളറും ലൈറ്റ് ലൈലാക്ക് കളറും കൂടി അടിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിൽ കുറച്ചിങ്ങനെ ഫോയിലിൻ്റെ ആ ഒരു പ്രിൻ്റൊക്കെ ഉള്ള ഫോയിലിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു. ഹെയറിലാണ് കേട്ടോ പരിപാടികളെല്ലാം. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ സ്പാ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്കൊന്നും ആദ്യം സ്പാ ആട്ടോ, സ്പാ കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഞാൻ ഈ ഹെയർ കളർ ചെയ്തില്ലേ ആ സമയത്താണ് ഞാൻ ഹെയർ കട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലെ ആയിട്ട് എന്തായാലും. പിന്നെ ഹെയർ ആണെങ്കിലും നല്ല രീതിക്ക് ഡ്രൈ ആയി. എനിക്കറിയായിരുന്നു ഈ സ്റ്റേജിൽ എത്തുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബ്ലീച്ച് ചെയ്തായിരുന്നു ഹെയർ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഡ്രൈ ആവുമെന്ന് എനിക്കറിയായിരുന്നു. ഹെയർ ചെറുതായിട്ട് കൊട്ടു എന്നൊക്കെ എനിക്കറിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ട് തല വെച്ച് കൊടുത്തത് കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ സ്പായ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. കുറേ കണ്ടു ഇതുപോലത്തെ കുറേ ഇങ്ങനത്തെ ലെയേഴ്സ് ഒക്കെ ഉണ്ട്, ഫ്രണ്ട് ലെയേഴ്സ്. അതൊക്കെ ഒന്ന് ആ ലെയേഴ്സൊക്കെ ഒന്ന് നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചെല്ലട്ടെ പോയി സ്പാ ചെയ്യട്ടെ ആദ്യത്തെ പരിപാടി. സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട്, തൊപ്പിയൊക്കെ വെച്ച്. ഹെയർ വാഷ് ചെയ്തിട്ടോ ഇനി ക്രീം അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് മസാജിങ് ഉണ്ട്. ഞാൻ ആ മസാജിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ഭയങ്കര രസമാണല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മസാജിങ് ഒക്കെ. അപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് സുന്ദരിയായിട്ടൊക്കെ വരാം. അടിപൊളി മസാജിന് ശേഷം ഫുൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നണില്ലേ ഇടയ്ക്ക് ദിവസങ്ങൾ, അതായത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇതുപോലെ നമുക്കൊരു ദിവസം ഭയങ്കര നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നണം കേട്ടോ. കാരണം ആ ഒരു മസാജൊക്കെ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പോയി. നമുക്ക് എപ്പോഴും ഇതുപോലെ ആ ഒരു പാമ്പറിങ് ഇത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനായിട്ട് നല്ലതാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്യാൻ നേരത്ത്. അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് കളർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്തോ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. എനിക്ക് പിന്നെ വരാനുള്ള മടിയും അങ്ങനെ ഇങ്ങനെ കൊണ്ടിട്ടാട്ടോ ഞാൻ ലേറ്റായി കൊണ്ടുപോകണം. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴപ്പോൾ അതിന് തൊട്ട് 2 ദിവസം മുന്നേയൊക്കെ ഞാൻ വന്ന് ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് സെക്യൂറാക്കി ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ക്രീം ഫുൾ നമ്മളിതേ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല മുടി വെട്ടണത്. ഞാൻ ട്രിം ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്യണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും വെട്ടാം കേട്ടോ. ലെയേഴ്സ് എന്തെങ്കിലും വെട്ടാം. പിന്നെ അതുപോലെ നമുക്ക് താഴത്തെ ഭാഗം ഒന്ന് ചുമ്മാ ഒന്ന് ഇച്ചിരി ലെങ്ത് കുറയ്ക്കാം. കാരണം എനിക്ക് മുടി വളർത്താനുള്ളൊരു ആഗ്രഹം കയറിയിട്ടുണ്ട് മനസ്സിൽ. പായുടെ ഫുൾ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ നല്ല തണുപ്പ്. മുടി നല്ല രീതിയിൽ സ്പായും ചെയ്ത് ഹെയർ കട്ടും കഴിഞ്ഞു കേട്ടോ. ഭയങ്കര എന്താ പറയുക ക്രൗഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ നോക്കി ഹെയർ കട്ട് ചെയ്തപ്പോൾ സംസാരിക്കാതിരുന്ന. പക്ഷെ എനിക്ക് ഹെയർ കട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എന്താ പറയുക ലെയേഴ്സൊക്കെ എടുത്ത്. എന്നാൽ തന്നെ ഒരുപാട് എൻ്റെ ലെങ്ത്തും കുറച്ചിട്ടില്ല. ഞാൻ മുടി വളർത്തണോണ്ട് തന്നെ ലെങ്ത്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ആ കേൾ ചെയ്തുകൊണ്ട് കയറി കിടക്കണം കേട്ടോ. ഒട്ടും തന്നെ ലെങ്ത്തും കുറച്ചിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നോക്കിക്ക് കണ്ടോ വൃത്തിയായി ഒന്ന് മൊത്തത്തിൽ. കുറേ നാൾ കൂടി എനിക്ക് 6 മാസത്തിന് ഞാൻ പറഞ്ഞില്ലേ 6 മാസത്തിന് മുകളിലായി ഹെയർ കട്ട് ചെയ്തിട്ട്. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രിപ്പറേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് പരിപാടിയാണ് പാക്കിംഗ് എന്നുള്ളത് കേട്ടോ. പാക്കിംഗ് ഞാൻ ഇപ്പോൾ കുറേ സംഭവങ്ങൾ ഞാൻ ഓരോ ദിവസങ്ങളനുസരിച്ചിട്ട്, അതായത് ഇപ്പം ഫസ്റ്റ് ഡേ ഞാൻ ഇറ്റിനറി നോക്കും, ഫസ്റ്റ് ഡേ എടുക്കും, അതിന് വേണ്ട പാൻറ്റീസ് മുതൽ എല്ലാ സാധനങ്ങളും ഒരൊറ്റ ഇതാക്കും, സെറ്റാക്കും. അതിൻ്റെ വൈകുന്നേരത്തെ ഡ്രസ്സ്, ലൗഞ്ച് വെയർ, അങ്ങനെ ലൗഞ്ച് വെയർ അല്ല നൈറ്റ് സ്യൂട്ട്, ഇത്രയും സാധനങ്ങൾ ഒരു സെറ്റാക്കി വെക്കും.
അതുപോലെ തന്നെ സെക്കൻഡ് ഡേ സെയിം തന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു പാക്ക് മാത്രം എടുത്താൽ മതി, കുറേ ഇങ്ങനെ കുത്തി മറക്കേണ്ട നമ്മുടെ സ്യൂട്ട് കേസിലിട്ട്. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ആമസോണിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന സാധനമാണ്. ആമസോണിൽ ഇതുപോലത്തെ ഓരോ പാക്കിംഗ് ക്യൂബ്സ് കിട്ടും. ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ റോൾ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒരു കണ്ടോ ഒറ്റ ഇതിപ്പോൾ എൻ്റെ 3 ദിവസത്തെ ഡ്രസ്സാട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. 3 ദിവസത്തെ ലൗഞ്ച് വെയർ അടക്കം എല്ലാ സാധനങ്ങളും, പാൻറ്റീസ് അടക്കം സകല സാധനങ്ങളും ഞാൻ 3 ദിവസം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ പാക്കിംഗ് ക്യൂബ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതിൽ ഈ വലിയ പാക്കിംഗ് ക്യൂബ്സ് ഏറ്റവും വലുത് ഈ സൈസിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ബാക്കി തന്നെ കുറച്ച് പാൻറ്റീസ്, എക്സ്ട്രാ പാൻറ്റീസ്, ഡ്രസ്സൊക്കെ നമുക്ക് റോൾ ചെയ്ത് ഇതുപോലത്തെ ചെറുതിൽ വെക്കാം. പിന്നെ നമുക്ക് മേക്കപ്പ് വേണമെങ്കിൽ അതൊരു ക്യൂബിലാക്കി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലെൻസേഴ്സ്, ഷവർ ജെല്ല് അതെല്ലാം നമുക്ക് ഒരു ക്യൂബിലാക്കി വെക്കാം. അങ്ങനെ കുറേ ഉപകാരമുണ്ട്. പിന്നെ അത് ഇതുപോലത്തെ പൗച്ചുകൾ കണ്ടോ, ഇതെല്ലാം നമുക്ക് ലോണ്ട്രി, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ലോണ്ട്രി പൗച്ച് എന്നുള്ളത്. ലോണ്ട്രി ഐറ്റംസ്, അതായത് നമ്മുടെ പാൻറ്റീസ് ഒക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞത് ബാക്കി എല്ലാത്തിനോടും മിക്സ് ചെയ്യേണ്ട, പകരം നമുക്ക് ഇതുപോലത്തെ ഒരു ഇതിലെടുത്ത് നമുക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ വെക്കേഷന് പോണതുകൊണ്ട് തന്നെ നിറയെ ഇങ്ങനെ വെറ്റ് ക്ലോത്ത്സും എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ ഇതുപോലത്തെ ക്യൂബ്സ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പരിപാടിയാട്ടോ ഈ പാക്കിംഗ് എന്നുള്ളത്. സീരിയസ്ലി ഞാൻ പറയണേ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാട്ടോ. എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ കൂടി നമുക്കൊരു വെപ്രാളാണ് ആ സമയത്ത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ മേക്കപ്പും സ്കിൻ കെയറും കൂടി ആക്കും കേട്ടോ. കാരണം ഞാൻ മേക്കപ്പ് ഐറ്റംസ് ഒട്ടും തന്നെ എടുക്കണില്ല. ഒരു ടിൻറ്റ്, ഒരു 2-3 ലിപ്സ്റ്റിക്ക്, 3 കളർ ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, കുറച്ച് ബ്രഷ്, അത്രയൊക്കെ തന്നെ എടുക്കണുള്ളൂ. ഭയങ്കര ലാവിഷായിട്ടൊന്നും എടുക്കണില്ല. പിന്നെ സൺസ്ക്രീൻ, ഒരു ടൺ സൺസ്ക്രീൻ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലാക്കാം. മേക്കപ്പ് ഐറ്റംസ് എല്ലാം തന്നെ ഇല്ലേ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. പ്ലസ് സൺസ്ക്രീനും ഞാൻ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും ചിലപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മേക്കപ്പിന് അടുത്ത് തന്നെ സൺസ്ക്രീൻ വെക്കും, മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പൗച്ചിൽ ഞാൻ അതുപോലെ തന്നെ സൺസ്ക്രീൻ, സ്പ്രേ സൺസ്ക്രീനും എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ. ഞാൻ സൺസ്ക്രീൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ടോ, ഇത് ഫേവറേറ്റ് ആണ്. എൻ്റെ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഈ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീനും കൂടി എടുത്തിട്ടുണ്ട്. മറ്റേതും അത്യാവശ്യം നല്ല രീതിക്ക് വാട്ടർ പ്രൂഫ് തന്നെ കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യാൻ മറ്റേ സ്പ്രേ ആയതുകൊണ്ട് എളുപ്പമായതിന് ഞാൻ എടുത്തതാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അക്സസറീസ് എടുക്കാം. ഒരു പൗച്ചിൽ നമുക്ക് ഹെയർ അക്സസറീസും കൂടി എടുക്കാം. ഇത്രയും ബോബി പിൻസും ഇത്രയും യു പിൻസും ഞാൻ എടുക്കണില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേശ്ശെ എടുക്കുക കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം, ഓവർ പാക്ക് ചെയ്യണില്ല ഞാൻ ഇപ്രാവശ്യം. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ അക്സസറീസും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ അതായത് ഈ ഒരു പാറ്റേണിനുള്ളത് ഇത് രണ്ടും നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. കുറച്ച് ഗോൾഡ് ജ്വല്ലറിയും കൂടി എടുക്കാം കേട്ടോ. ഇത്തിരി ചങ്കി ആയിട്ടുള്ള പീസസ് എടുക്കാം. കുറച്ച് മിനിമൽ അക്സസറീസും കൂടി എടുക്കാം കേട്ടോ. കണ്ടോ, ക്യൂട്ടായിട്ടുള്ള ഇത്. പിന്നെ കുറച്ച് ഈ ബോൾഡ് ആയിട്ടുള്ള ഈ ഒരു ഇയറിങ്സ്. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. എൻ്റെ അവസ്ഥ വളരെ ശോകമാണ്. കണ്ടോ, ഞാൻ എങ്ങനെ നിൽക്കണേ നോക്ക്. എനിക്ക് ചൂടെടുക്കുകയും ചെയ്യണം, കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഫാൻ ഇടാനും പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഫുൾ സാധനങ്ങളും ഒതുക്കി ഇത് കണ്ടോ ഓരോ ക്യൂബ്സിലൊക്കെ ആയിട്ട് വെച്ചു. ഇനി കുറച്ചത് ഇതുപോലത്തെ ലോണ്ട്രി പൗച്ചസ് വെറുതെ വെച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാനില്ല. അപ്പോൾ വെറുതെ ഈ പൗച്ചസും കൂടി വെക്കാമെന്ന് ഓർത്തു. ഫുൾ ഐറ്റംസ്, അതായത് കുറച്ച് മെസ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ ഹെയർ അക്സസറീസ്, എൻ്റെ ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് മീൻസ് ബാക്കി എൻ്റെ മാല, കമ്മൽ, വള, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ സൺഗ്ലാസ് എടുത്തു വെച്ചു. പിന്നെ മേക്കപ്പ് ഇതിൻ്റെ ഉള്ളിൽ, മേക്കപ്പും സ്കിൻ കെയറും അതിൻ്റെ ഉള്ളുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അണ്ടർആം റോളോണോ എല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചത്. പിന്നെ ബാക്കി ഞാൻ ഈ ടോട്ട് ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടോട്ട് ബാഗിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ബാക്കിയുള്ള ചാർജർ, ഫോണ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ സ്പെക്ക്, ഇതെല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ പാക്കിംഗ് അപ്പോൾ കഴിഞ്ഞു. നമ്മുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ട്രിപ്പ് പോയാൽ മതി കേട്ടോ. പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ചിങ്ങനെ പാക്കിംഗ് ക്യൂബിലും അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു പൗച്ചിലൊക്കെ ആയിട്ട് ഐറ്റംസ് എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുത്തിട്ടാൽ മതി. അതുപോലെ അക്സസറീസും എല്ലാത്തിനും മാച്ച് ചെയ്യുന്ന അക്സസറീസും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ വൈകാണ്ട് അറിയും ഞാൻ എവിടെയാണ് പോണത്, അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ട് കൂടെ, എല്ലാം നിങ്ങൾ അറിയൂ കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ട്രിപ്പിന്. കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ നമ്മളിപ്പം ജിൽജിലായിട്ട് പോകാൻ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോയാൽ മതി എന്നുള്ളതാണ്. ഭയങ്കര ഹാപ്പി. കഴിഞ്ഞു, ഫുൾ പാക്കിങ്ങും കഴിഞ്ഞു.
ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.